ഹായ് ഗായ്സ്. സോ ഞാൻ സത്യം പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ അടുത്ത് കണ്ടിരുന്നു കേട്ടോ. പോളിവാണിയുടെയും ബേസിൽ ജോസഫ് ആൻഡ് ടോവിനോ തോമസ്. സോ ഇവരുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രധാനമായി നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടോവിയോൻ്റെ മോക്ക് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് സംഭവം? ഒന്നില്ലെങ്കിൽ വർക്കൗട്ട് ആവും, ഡെഫിനറ്റ്ലി വർക്കൗട്ട് ഉണ്ടാവും. പിന്നെ ആൾ പറഞ്ഞല്ലോ 72 hours ഓഫ് ഫാസ്റ്റിംഗ്. ഐ ഡോണ്ട് നോ ഹൗ ഹി ക്യാൻ ഡു ദിസ്. സോ ബട്ട് അതിൽ വേറൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, മോയ്സ്ചറൈസർ, കോസ്ട്രെക്സ് മോയ്സ്ചറൈസർ. സോ ഈ കോസ്ട്രെക്സ് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വിതൗട്ട് നോയിങ് എനിത്തിങ് അബൌട്ട് ഇറ്റ്. സോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടടിച്ച് പോയി, എന്താണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണോ ടോവിനോ തോമസ് യൂസ് ചെയ്യുന്നത്? ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്. സോ അതുകൊണ്ടാണോ എൻ്റെ മുഖം ഇതുപോലെ ഗ്ലോ ആയിട്ടിരിക്കുന്നത്? ദാറ്റ്സ് കിഡിങ്. എനിക്കറിയാം കമൻസ് വരുന്നത്, നിൻ്റെ മുഖം കണ്ടില്ല എന്തൊരു വൃത്തിയായിട്ട് മുഖം, എന്നിട്ട് നിനക്ക് എങ്ങനെ ടോവിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. ബട്ട് സ്റ്റിൽ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മോയ്സ്ചറൈസർ അതായിരുന്നു, വിതൗട്ട് നോയിങ് എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഐ വിൽ ഷോ യു. സി, ഈ സംഭവം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ഈ സംഭവമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. ഞാൻ ഇതിന് ശേഷം പിന്നെ ഞാൻ ഒരു ബോട്ടിലും കൂടി പ്രത്യേകിച്ച് ഇത് ഓർഡർ ചെയ്തു. വിൽ സി, ഞാൻ കാണിച്ചു തരാം. ഐ വിൽ ഷോ യു. ഇത് കണ്ടോ, കാണിച്ചു. വിയേർഡ് കൈൻഡ് ഓഫ് ഒരു ഇതാണ് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഇങ്ങനെ സ്റ്റിക്കി കൈൻഡ് ഓഫ് സ്ട്രക്ചറാണ്. പക്ഷെ ആ സ്റ്റിക്കിനെസ് നമ്മുടെ ഫേസിൽ വരത്തില്ല. എന്നുവെച്ചാൽ അഫോർഡബിൾ ആണ്. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ? നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ഞാൻ വരാം. ബൈ, സീ യു.